ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച സമാധാനം ഉണ്ടായിന്. കളി ഉണ്ടായില്ല, തോൽവി ഉണ്ടായില്ല. 10 ദിവസം കഴിഞ്ഞ് പിന്നെ കോരൻ വീണ്ടും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ 3-0. കഴിഞ്ഞ കളിയിൽ സിറ്റിയോട് 3-0. ഈ കളിയിൽ 19ാം സ്ഥാനത്തുണ്ടായിരുന്ന 8 മാസമായിട്ട് എവേ ഗെയിം ജയിക്കാത്ത നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട്, അതും ആൻഫീൽഡിൽ 3-0. ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പ്ലെയേഴ്സിനെ കുറ്റം പറയണോ, അല്ല സിസ്റ്റത്തിനെ കുറ്റം പറയണോ, കോച്ചിനെ കുറ്റം പറയണോ, എല്ലാം ഒരുമിച്ച് ഇങ്ങനെ അവിഞ്ഞ് കുഴഞ്ഞൊരു അവിയൽ പരുവത്തിലായില്ല. ഈ ലിവർപൂളിൻ്റെ ഈ സീസണിലെ ഏറ്റവും നല്ല പ്ലെയറാണ് സൊബോസ്ലൈ. സൊബോസ്ലൈനെ പോലെ വേറൊരു പ്ലെയറും ഈ സീസണിൽ ലിവർപൂളിന് കളിച്ചിട്ടില്ല. അത്രയും നല്ല പ്ലെയറിനെ പിടിച്ച് ചെങ്ങായി റൈറ്റ് ബാക്ക് ആക്കി. ജോൺസിനെ മിഡ്ഫീൽഡിൽ ഇട്ടു. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ജോൺസിനെ മിഡ്ഫീൽഡിൽ ഇടാം, വേറെ പ്ലെയേഴ്സ് ഒന്നുമില്ല. ബേർഡ്സൊക്കെ ഔട്ടാണ് ഇഞ്ചുറി ആയിട്ട്. എന്തുകൊണ്ട് ഗോമസിനെ പിടിച്ച് റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ റാംസിനെ പിടിച്ച് റൈറ്റ് ബാക്ക് ആക്കിക്കൂടാ? അതേപോലെ സുബോസ്ലൈന ചെങ്ങായിയുടെ നോർമൽ, അതായത് ചെങ്ങായി ഇപ്പം എക്സൽ ചെയ്യുന്ന നമ്പർ 10 കളിപ്പിച്ചുകൂടാ? ഈ സ്ലോട്ടിൻ്റെ ഓരോരോ സമയത്തുള്ള ഈ 11 കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും. അങ്ങനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അത്ര വലിയ കട്ട ടീമോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ എവേ മാച്ച് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മാക്സിമം ബസ് പാർക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യലും. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗോമസിനെ അടിച്ച് കളിപ്പിച്ചുകൂടാ റൈറ്റ് സൈഡ്, അല്ലെങ്കിൽ റാംസിനെ കളിപ്പിച്ചുകൂടാ, ബാക്കി ഉള്ള ടീമിനെ അതേപോലെ വിട്ടുകൂടാ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചില ഫാൻസിനൊക്കെ ഉണ്ടാവും, ഇൻക്ലൂഡിങ് മീ. കളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 30 മിനിറ്റ് ഓക്കെ, മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുറ്റമൊന്നും പറയാനുണ്ടായില്ല. കുറച്ച് ഡോമിനൻ്റ് ആയിരുന്നു, നല്ല ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് ലിവർപൂൾ ആൻഫീൽഡിലാണ്, അവർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വലിയ ഫോമിലും അല്ല. പക്ഷെ ആ ഒരു ഗോള് വീണതിന് ശേഷം, ആ ഗോളും അതിന് മുന്നേ അതിന് ശേഷമില്ല ആ രണ്ടാമത്തെ അവരെ ഒരു ഹാൻഡ് ബോൾ ആയിട്ട് ഗോൾ അടിച്ചതും എനിക്കൊന്ന് ചെറുങ്ങനെ സംസാരിക്കാനുണ്ട്. ആ ഗോള് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ വാൻഡൈക്ക് ഹെഡ് ചെയ്ത സമയത്ത് റോബർട്ട്സൺ അത് ഇൻ്ററപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗോൾ ഡിസല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ പ്ലെയർ ഡിസ്റപ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. പ്ലെയർ ഒന്നും അനങ്ങിയില്ല, മൂവ് ചെയ്തില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എനിക്കൊന്ന് ആ കളിയുടെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കാണിക്കുന്നുണ്ടായിരുന്നു 2 കമ്പാരിസനും. അപ്പം എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല 2 ഗോളിൻ്റെ ഇതും. അപ്പം ലിവർപൂളിൻ്റെ അത് ഡിസല്ലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും ഡിസല്ലവ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഗോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിവർപൂളിൻ്റെ സിറ്റിക്കെതിരെ ഗോൾ കൊടുക്കാനേ ഉള്ളൂ. അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞാടും ചെങ്ങായി ഇഗർ ജസ്യൂസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹാൻഡ് ബോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ഹാൻഡ് ബോൾ ആണോ എന്ന്. അത് ശരിക്കും ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റില്ല റീപ്ലേ കാണുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നില്ല അത് ഹാൻഡ് കൊടുത്തിരുന്നത്. ചെസ്റ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഓൺ ഫീൽഡിൽ റഫ് ഹാൻഡ് വിളിച്ചത് കൊണ്ട് അത് ഗോളായില്ല, ഇല്ലെങ്കിൽ അത് ഗോളാവുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നത്തെ ഗോൾ കൊടുത്ത് ഈ ഗോൾ കൊടുത്തില്ല. അതൊരു ഈവൻ ആയിട്ട് പോയെന്ന് പറയാം. ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗോള് വീഴുന്നത് വരെ മോശമല്ലാത്ത രീതിയിൽ ഡോമിനൻ്റ് ചെയ്ത് കളിക്കും. ഒരു ഗോള് വീണതിന് ശേഷം പിന്നെ പ്ലെയേഴ്സിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എല്ലാം ഡൗൺ ആവും. പ്ലെയേഴ്സിന് പിന്നെ ഒന്നും എങ്ങനെ ഒരു ഗോള് തിരിച്ചടിക്കണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. സ്ലോട്ടാണെങ്കിൽ ഇങ്ങനെ കുറേ വൈകിപ്പിച്ച് ഒരു 70-75 മിനിറ്റ് ആകുമ്പോൾ ഒരു സെൻറ്റർ ബാക്ക് കൊണാട്ടനെ വിളിക്കും. അതുകൂടാതെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പ്ലെയറേയും കൂടെ വിളിക്കും. എന്നിട്ട് ഒരു 2 അറ്റാക്കേഴ്സിനും കൂടി ഇറക്കും. ഗ്രൗണ്ടിൽ 5 അറ്റാക്കേഴ്സ്, 3 ബാക്ക്, 2 മിഡ്ഫീൽഡേഴ്സ്. അതിൽ ഗ്രാവൻബർഗിനാണെങ്കിൽ ആ റൈറ്റ് സെൻറ്റർ ബാക്കിൻ്റെ റോളും കൂടി ചെയ്യേണ്ടി വരും. പിന്നെ മക്കാലിസ്റ്റർ മാത്രമാണ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ളത്. ഫ്രണ്ടിൽ കളിക്കുന്ന 5 പേർക്കും എവിടെ കളിക്കണം, എങ്ങനെ കളിക്കണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. സ്ലോട്ട് വെറുതെ അങ്ങ് എല്ലാവരും 5 പേര് 6 പേരെയും ഫ്രണ്ടിലേക്ക് ഇറക്കി വിട്ടിട്ട് ആരെങ്കിലും ആയിട്ട് എങ്ങനെയും ഗോൾ അടിച്ചോളുക, നിങ്ങൾ എന്തെങ്കിലും കളിച്ച് ഗോൾ അടിച്ചോളുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. നമ്മൾ കുറേ മത്സരത്തിൽ കാണുന്ന ചെങ്ങായിരെ സൈഡ് ലൈനിലെ ഒരു ബിഹേവിയറൊക്കെ കാണുമ്പം ചെങ്ങായി ചുമ്മാ കൈ ഇങ്ങനെ ഇതാക്കി 2 ഗോളും 3 ഗോളുകൾ തോറ്റ് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനക്കാണ്. യെസ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഫുൾ റെസ്പോൺസിബിലിറ്റിയും കോച്ചിനാണ്. 600 മില്യണൊക്കെ കൊടുത്ത് വേൾഡ് ക്ലാസ് ടാലൻസിനൊക്കെ 120, 150 മില്യൺ യൂറോസൊക്കെ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ചെങ്ങായിക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ ഞാൻ കളിപ്പിക്കും, എങ്ങനെ ഇവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സീസൺ തുടങ്ങി ചറവറ പൊട്ടുമ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും കോച്ച് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ന്യൂനസ് ഒരുപാട് ചാൻസ് മിസ്സാക്കുന്നത്, ന്യൂനസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞ് ഫാൻസൊക്കെ കൂട്ടൊക്കെ അരച്ചിലായിരുന്നു. ന്യൂനസിനെ പിടിച്ച് പുറത്തിട്ട് നമുക്കൊരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ വേണം, നമ്മൾ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറെ കൊണ്ടുവന്നാൽ എല്ലാ ഗോൾ അടിച്ച് കയറ്റും എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. ആ പാവം ന്യൂനസ് ചെങ്ങൈനെ കരയിപ്പിച്ചിട്ടാണ് ആൻഫീൽഡിൽ നിന്ന് പറഞ്ഞയച്ചിന് സൗദി അറേബ്യയിലേക്ക്. ഒരു വേൾഡ് ക്ലാസ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ചെങ്ങൈക്ക് എനിക്ക് ഒരു ഫസ്റ്റ് ഹാഫിലാകെ 2 പ്രാവശ്യമായിട്ടാണ് ബോൾ കിട്ടിയത്. നമ്മളെ 2 വിങ്ങേഴ്സും കട്ട് ചെയ്യുക ഷോട്ട് അടിക്കുക, കട്ട് ചെയ്യുക ഷോട്ട് അടിക്കുക. സെൻറ്ററിൽ നിൽക്കുന്ന ഇസാക്കിന് ചെങ്ങൈക്ക് ഒരു ബോള് മര്യാദയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്നൊരു ബോൾ കിട്ടുന്നില്ല, വിങ്ങിൽ നിന്നൊരു ബോൾ കിട്ടുന്നില്ല. ചെങ്ങായി ഇങ്ങനെ എന്താ പറയണ്ടേ, നിലാവത്ത് അഴിച്ചു വിട്ട കോയിനെ കണക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ്. ഇസാക്ക് നമ്മളെ റോബർട്ടോ ഫെർമിനോനെ പോലെ ഉള്ളൊരു പ്ലെയർ ഒന്നല്ല. ഇറങ്ങി അങ്ങ് സെൻറ്ററിലേക്ക് വന്ന് ബോൾ വാങ്ങി സപ്ലൈ കൊടുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നല്ല. ഇസാക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ്. അപ്പോൾ നമ്മളെ കോച്ച് ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ കൊണ്ടുവരുമ്പോൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയിലേക്ക് ഒരു ചെറിയ ചേഞ്ച് വരുത്തണം. എന്നിട്ട് കുറച്ചും കൂടിയും ആ ഒരു സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രൈക്കറിന് നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇസാക്കിന് ഫിനിഷ് ചെയ്യാം. പക്ഷെ ഒരു കോപ്പും കിട്ടാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു കിടന്ന് എന്ത് കാട്ടാനാണ് ഇസാക്ക്? എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്താണ് പുള്ളിക്കാരൻ പ്ലേയേഴ്സിനോട് ടീം മീറ്റിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കളിക്ക് മത്സരത്തിന് മുന്നേ ടാക്ടിക്സ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ആ ഫസ്റ്റ് ഗോളിന് ആ കൊണാട്ട അനാവശ്യമായിട്ടാണ് കോർണർ വാങ്ങിയത്. സെൻറ്ററിനെ കുറച്ച് ഇപ്പുറത്തുനിന്ന് അടിച്ചിട്ട് നമ്മളെ പോസ്റ്റിലേക്ക് അടിക്കുകയത് ചങ്ങായി. അത് ത്രോയിലേക്ക് വരെയല്ല അടിച്ചത്. ത്രോയിലേക്ക് അടിച്ചാൽ ഒരു വലിയ പ്രഷർ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ മുറിയിലൊക്കെ കിട്ടിയ ബോൾ ചങ്ങായിക്ക് ഒരാൾ വരെ ആ ബോളിന് ഡിഫെൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ടാക്കിൾ ചെയ്തില്ല, സൈഡ് ടാക്കിൾ ഒന്നും ഉണ്ടായില്ല. ചങ്ങായിക്ക് ഈസിയായിട്ട് അടിച്ച് കയറ്റ. ഒരുപാട് ലിവർപൂളിൽ ഇപ്രാവശ്യത്തെ ഇത് പറഞ്ഞാൽ ഒരുപാട് സെറ്റ് പീസിൽ അനാവശ്യമായിട്ട് ഗോൾ വാങ്ങുന്നു. അതെങ്ങനെ സെറ്റ് പീസിൻ്റെ സെക്കൻഡ് ബോളിൽ നിന്നാണ് ഒരുപാട് പ്രാവശ്യം ലിവർപൂൾ ഗോൾ വാങ്ങി. അത് ക്രിസ്റ്റൽ പാലസിനോടും ലിവർപൂൾ ഗോൾ വാങ്ങി, ഒരുപാട് ടീമോടും സെറ്റ് പീസിൻ്റെ സെക്കൻഡ് ബോളിൽ നിന്നാണ് ഗോൾ വാങ്ങുന്നത്. അത് ഭയങ്കര അതൊരു ഡിഫെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തറ്റിക് ആണ്. അത്രയും മോശം ഡിഫെൻഡിങ് ആണ് സെറ്റ് പീസിൻ്റെ. അതും നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരുപാട് തവണ വേറെ ടീമുകൾ അടിച്ച് ഗോളാക്കിയിട്ടില്ല. ഈ ഒരു 10 ദിവസം ഇന്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. കളിയും കാണണ്ട, ഒന്നും കാണണ്ട, നമ്മളെ ജോലി ചെയ്യുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം തുടങ്ങി വീണ്ടും തലവേദന, തുടങ്ങി തോൽവി. ഇനി സ്ലോട്ടിനെ സാക്കിയോ അല്ലെങ്കിൽ സ്ലോട്ട് ഔട്ട് എന്ന് വിളിച്ച് ഒരുപാട് ഫാൻസ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. മിക്കവാറും വരാൻ ഫാൻസിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് എന്തായാലും അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സീസൺ മിക്കവാറും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂൾ ഇങ്ങനെ പകുതിക്കുന്നൊന്നും മാനേജേഴ്സിനെ സാക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബല്ല. അപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞ് ഒരു ട്രോഫിയും കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുമായിരിക്കും. അല്ലാതെ ഈ ഒരു സീസൺ എങ്ങനെ പോയി കഴിഞ്ഞാലും സാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നലത്തെ ദിവസം ആർസണൽ ഫാൻസിനൊരു സന്തോഷ ദിവസമാണ്. കാരണം ലിവർപൂളും പൊട്ടി, സിറ്റിയും പൊട്ടി, ചെൽസി ജയിച്ചു. ഓക്കെ, പക്ഷേ ആർസണൽ ഫാൻസിന് ചെൽസി ഒരു വലിയ ഒരു ടൈറ്റിൽ കണ്ടറായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം സിറ്റി പൊട്ടിയത് കൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ന്യൂക്കാസലിനോട് സിറ്റിയും പൊട്ടി. സിറ്റി ഒരു 4 കളി ജയിക്കും, 1 കളി പൊട്ടും. ലിവർപൂൾ ആണെങ്കിൽ 4 കളി പൊട്ടും, 1 കളി ജയിക്കും. ഇല്ല അല്ലേ, 8 കളിയിൽ 7 കളി തോറ്റില്ല ഇപ്പം, സോറി. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ആർസണൽ ടോട്ടൻഹാമിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആർസണലിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇത് ആർസണലിനെ ലൂസ ചെയ്യുന്ന ഒരു സീസണാണ്. ശരിക്കും പറഞ്ഞാൽ ആർസണലിന് ഇപ്പോൾ ഒരു ഹാൻഡ്
കപ്പിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പം ടോട്ടനാമിനെ ഇന്നത്തെ കളിയിൽ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ കളി കണ്ടവർ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ കളി ഞാൻ വീഡിയോ ഇടാതിരുന്നതൊന്നുമല്ല, ഞാനത് ലൈവ് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്, സിറ്റിയോടുള്ള മത്സരം. പക്ഷേ കാരണം അത് സൺഡേ നൈറ്റ് ആയിരുന്നു, അത് മൺഡേ ഏർലി മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അത് കളിയൊന്നും കണ്ടിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് കളി കാണാതിരുന്നത്. സ്വാഭാവികം ഇന്ന് സൺഡേ ലീവാണ്, അപ്പം സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ട് കളി കണ്ടതാണ്, പൊളിച്ചൊക്കെ ആയതുകൊണ്ട്. അപ്പം അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമായിപ്പോയി. അടുത്ത കളിയിൽ നമുക്ക് കാണാം.